ഗാർഡനിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിലും ഗാർഡൻ ആക്സസറീസ് ആണെങ്കിലും പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് അജ്മാൻ ഫാമേഴ്സ് മാർക്കറ്റ്. മെയിൻ റോഡ് ഭാഗത്തുണ്ടായിരുന്ന കുറച്ച് കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെ കടകളൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് പുതിയ കടകളൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് ശരിക്കും ഷാർജ അജ്മാൻ ബോർഡറിലായിട്ടാണ് വരുന്നത്. അജ്മാൻ ഫാമേഴ്സ് മാർക്കറ്റ് എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിലേക്ക് ചെല്ലുമ്പം ആദ്യമേ തന്നെ കുറേ ഇങ്ങനെയുള്ള ആക്സസറീസിൻ്റെയും നമ്മുടെ പെറ്റ്സിൻ്റെ ഫീഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും കേജൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ അത്യാവശ്യം സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ ഒന്ന് അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 1 by 1 നോക്കാം. ഗാർഡനിൽ ചെറിയ പോണ്ടായിട്ടൊക്കെ സെറ്റാക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ടബുകൾ, പിന്നെ അതുപോലെ ബാംബു ഫെൻസ്, പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് മെഷ്, എല്ലാ ടൈപ്പ് മെഷുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ കടയിൽ മൊത്തത്തിൽ ആനിമൽ ഫീഡാണുള്ളത്. ഈ ഒരു പ്ലാസ്റ്റിക് മെഷ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഫുള്ള് മറ്റേ മെറ്റൽ മെഷാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. എലിയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് വേഗത്തിൽ ചീത്തയായി പോകുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മേടിച്ച് നോക്കിയിട്ടില്ല. ഇപ്പം ബാംബു ഫെൻസ് മാത്രമല്ല, നമുക്കിപ്പം വല്ല ഹട്ടൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബാംബുവിൻ്റെ തടിയും അതുമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം ഈ ഒരു കടയിൽ നോക്കുവാണെങ്കിൽ കൂടുതലും ഫീഡാണ്. അപ്പോൾ ഞാൻ ഫീഡിൻ്റെ ഒന്നും പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഗ്രാസ് ഷീറ്റ് ഞാൻ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ഗ്രാസ് ഇങ്ങനെ ഈ പൊങ്ങി നിൽക്കുന്ന അതിൻ്റെ തിക്നെസ്, ആ ഒരു ഗ്രാസിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ ആദ്യം ഇരിക്കുന്നത് 3 mm ആണ് അതിൻ്റെ ആ ഒരു ഗ്രാസ് ഇങ്ങനെ ഹൈറ്റ് വരുന്നത്. മറ്റത് 4 mm ആണ്. 3 mm സ്ക്വയർ മീറ്ററിന് 18 ദിറംസും 4 mm സ്ക്വയർ മീറ്ററിന് 20 ദിറംസുമാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇവിടെയുള്ള കടകളിലൊക്കെ അത്യാവശ്യം ബാർഗൈനിങ് ഒക്കെ പോസിബിൾ ആണ്. പിന്നെ ആൾക്കാരെ നോക്കിയിട്ടാണ് പ്രൈസ് പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. മുന്നേ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കൂടുതലൊക്കെ മേടിക്കുകയാണെങ്കിൽ അവർ അത്യാവശ്യം കുറച്ചൊക്കെ തരാറുണ്ട്. പിന്നെ പോട്ടുകളുടെ വില നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഈ ഹാങ്ങിങ് പോട്ടിനൊക്കെ ഒരു 15 ദിറംസാണ് വരുന്നത്. പിന്നെ ഈ നീളത്തിലുള്ള പോട്ടിൻ്റെയൊക്കെ വില ആരും മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഏറ്റവും ചെറുതിന് വരുന്നത്, ഏറ്റവും ചെറുതല്ല അത്യാവശ്യം സൈസ് ഉണ്ട്, അതിനൊരു 35 ആണ് വരുന്നത്. പിന്നെ 40, 45 ആ ഒരു റേഞ്ചിൽ അങ്ങനെ 50, ഏറ്റവും വലുത് ഈ സൈഡിലിരിക്കുന്നതിന് 55 ആണ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് വിൻ്ററൊക്കെ ആവാറാകുമ്പോഴത്തേക്ക് 1 ദിറംസിൻ്റെ കുഞ്ഞു കുഞ്ഞ് വെജിറ്റബിൾസിൻ്റെ തൈകളും വിൻ്റർ പ്ലാന്റുകളുടെ തൈകളും ഒക്കെ വരാറുണ്ട്. അത് വന്നിട്ടുണ്ടോ നോക്കാനാണ്. ഓൾമോസ്റ്റ് എല്ലാ കടകളിലും വന്നിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് വഴുതന, വെണ്ട, പിന്നെ ക്യാപ്സിക്കം, മുളക്, ലെറ്റ്യൂസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരാറുള്ളത്. ഇവിടെ ഒരുപാട് കടകളിലും അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കടയിലും ഓരോ വെറൈറ്റീസ് ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ കടയിലാണെങ്കിൽ അത്യാവശ്യം ഒക്കെ വലിയ വലിയ മരങ്ങളായിരുന്നു. ഇത് നമ്മുടെ പണ്ടൊക്കെ ബൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലീഫൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അത്യാവശ്യം കുറേ നാൾ ഇതിൻ്റെ ഇല ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കാറുണ്ട്. പിന്നെ കുറേ അധികം പന, പിന്നെ മുള്ളുമുരുക്ക്, ഇത് അത്യാവശ്യം നാട്ടിൽ കാണാറുണ്ട്. ഇവിടെ വലിയ മരമായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും വലിയ മരങ്ങളൊന്നും വാങ്ങാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വിലയൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ചെടികളുടെ ഒന്നും പേരുന്നാളൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല വലിപ്പത്തിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വലിപ്പം കൂടുന്നതനുസരിച്ച് റേറ്റ് എന്തായാലും കൂടും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിലയൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ യൂക്ക പ്ലാന്റ്, ഈ സംഭവമൊക്കെ എനിക്ക് വീട്ടിലുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് നിന്നോളൂ കേട്ടോ. സമ്മറിലൊക്കെ ഞാൻ അധികം പ്രതീക്ഷയിലൊന്നും നിർത്തിയതല്ല, പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പാമ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. ഇത് നന്ദ്യാർവട്ടമെന്ന് ഞങ്ങൾ പറയാറ്, ഓരോരുത്തർ ഓരോ പേരാണ്. ആ സംഭവത്തിൻ്റെ ഒരു വെറൈറ്റിയൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ ഉണ്ട്. ഫൗണ്ടെയിനൊക്കെ ഇരിപ്പുണ്ട്. നേരത്തെ ഷോപ്പിൽ ഞാൻ ആ ഒരു ഇത് ടബ് കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്പലമൊക്കെ ഇടാൻ പറ്റിയ ടബ്. അതിന് ചെറുതിന് 80 ദിറംസും വലുതിന് 120 ദിറംസുമാണ് പ്രൈസ്. ഞാനത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ അതിൻ്റെ തന്നെ അത്യാവശ്യം സെറാമിക് ടൈപ്പ്, പിന്നെ ഈ ടൈൽസൊക്കെ പതിച്ചിട്ട് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സ്റ്റൈലുള്ള അങ്ങനെയുള്ള ചെറിയ ടബുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല വലിയ മരങ്ങളുമാണ്. ഒക്കെ നല്ല തിങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു മേളിൽ ഇങ്ങനെ കിളികളൊക്കെ കൂട് വെച്ചിട്ട് ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒട്ടുമിക്ക കടകളൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഉള്ളിലോട്ട് കുറേ സ്ഥലമുണ്ട്, കുറേ അധികം മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ അടുത്ത കടയിലോട്ട് പോവുകയാണ്. ഓരോ കടകളിലും ഓരോ ടൈപ്പ് ചെടികളാണ്. എന്നാൽ ഈ ഫ്രണ്ടിൽ എല്ലാ കടകളുടെ ഫ്രണ്ടിലും അത്യാവശ്യം ഈ 1 ദിറംസിൻ്റെ ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റഡ് പർച്ചേസ് ഉദ്ദേശിച്ച് പോകുന്നവർക്ക് അങ്ങനെയുള്ള കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ഇൻഡോർ പ്ലാന്റുകളുടെ അതേ നല്ല ഹ്യൂജ് കളക്ഷൻസ് തന്നെ ഉണ്ട്. അത്യാവശ്യം വെള്ളത്തിൽ വെക്കുന്നതും മണ്ണിൽ വെക്കുന്നതുമായിട്ടൊക്കെ പല പല വെറൈറ്റി ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇൻഡോർ പ്ലാന്റുകളൊക്കെയും ഒരുവിധം ഒക്കെയും ചട്ടിയുടെ സൈസ് അനുസരിച്ചിട്ടാണ്. ഏറ്റവും ചെറിയ ചട്ടിയിൽ ഒരു 20 ദിറംസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ തെറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് ചെറുതിനാണെങ്കിൽ 15 ദിറംസ്, പിന്നെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് ചട്ടിയുടെ വലിപ്പവും ഒരു തിക്നെസ്സും ഒക്കെ കൂടുന്നതനുസരിച്ചിട്ട് കൂടുതൽ വരുന്നുണ്ട്. നിങ്ങളുടെ വരുമ്പം എഗെയിൻ നമ്മുടെ 1 ദിറം പ്ലാന്റുകൾ
മിൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മിൻറ്റും ഒക്കെ 15 ദിറംസ് തന്നെയാണ്. പിന്നെ ഈ കള്ളിച്ചെടി 60 ദിറംസ് ആണ്. അതിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒട്ടുമിക്ക ഷോപ്പുകളിലും ഒക്കെ ഈ പോട്ടുകൾ അവൈലബിൾ ആണ്. പക്ഷേ സെറാമിക് പോട്ടുകളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കുറവ് നമുക്ക് ഡേ ടു ഡേ പോലുള്ള ഷോപ്പുകൾ, 1 to 10 അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളിൽ ഒത്തിരി വലിപ്പത്തിലുള്ളതൊന്നും കിട്ടത്തില്ല. എന്നാലും ചെറിയ സൈസിലുള്ളതൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നതാണ് ലാഭമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഷോപ്പിൽ നമ്മൾ കുറേ അടീനിയത്തിൻ്റെ ചെടി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെമ്പരത്തി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നമ്മുടെ ഇലയ്ക്ക് ഇങ്ങനെ കളർ വരുന്ന ഒരു ടൈപ്പ്, അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. ഇതിന് 25 ദിറംസ് ആണ് വരുന്നത്. ഇനി അടുത്ത ഷോപ്പിൽ കൂടുതലും ബോഗൺവില്ലയൊക്കെയാണ്. അത്യാവശ്യം എല്ലാം ഇങ്ങനെ പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ ഇങ്ങനെ ലെയർ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന കുറേ ചെടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അധികം ചെടികളൊന്നും വാങ്ങിയില്ലെങ്കിലും ഇതിങ്ങനെ കണ്ടു നടക്കാൻ തന്നെ വളരെ രസമുള്ള പരിപാടിയായത് കാരണം നമ്മൾ ഈ ഒരു അറ്റം തൊട്ട് അങ്ങറ്റം വരെയുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങി കണ്ടിട്ട് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വിത്തുകളും അതേ ഒട്ടുമിക്ക എല്ലാ വെജിറ്റബിൾസിൻ്റെ വിത്തുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഗാർഡൻ സ്റ്റോണ് പോട്ടുകൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ സൈസ് മുതൽ നമ്മളെക്കാൾ വലിപ്പത്തിലുള്ള സൈസിലുള്ള പോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് മേടിക്കുന്നവരാണെങ്കിൽ അവർ നന്നായിട്ട് കുറച്ചൊക്കെ തരാറുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇയറൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് 1-2 പേരിൽ നിന്ന് മേടിക്കലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നിരനിരയായിട്ട് ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് റീസണബിൾ ആയിട്ട് കിട്ടിയാലും പിറ്റേ പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഏതാണ് ഷോപ്പെന്ന്. ഒട്ടുമിക്ക ഷോപ്പുകളുടെയും മുകളിൽ ഇങ്ങനെ അവരുടെ പേരും അതുപോലെ കോൺടാക്ട് നമ്പറും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും ഒക്കെ നമുക്ക് നമ്പർ എടുത്തിട്ട് വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വരാവുന്നുള്ളൂ. അപ്പോൾ പുതിയ ഗാർഡനിങ് വിശേഷങ്ങൾ, യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.